ഞങ്ങളൊന്ന് പല്ല് തേക്കാൻ ഇറങ്ങിയതാണ് കേട്ടോ. ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ ഈ 2 പേരെയും കൊണ്ട് പല്ല് തേക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഏറ്റവും മടിയുള്ള കാര്യമാണ് ലൂക്കാസിന് ബ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. കുട്ടിക്ക് പിന്നെ വലിയ പ്രശ്നമൊന്നുമില്ല, അവൾക്ക് ഏത് ബ്രഷ് കിട്ടിയാലും അവൾ ബ്രഷ് ചെയ്തോളും. പക്ഷേ ലൂക്കായ്ക്ക് ചില സമയത്ത് ബ്രഷ് ചെയ്യാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ ഞാനിങ്ങനെ പുറത്തോടെയോ അല്ല റോട്ടിലോ അങ്ങനെ എന്തെങ്കിലുമായിട്ട് ഇങ്ങനെ സ്ഥലം മാറ്റി കൊണ്ടുപോവേ, അപ്പോൾ ആൾ ബ്രഷ് ചെയ്തോളും. എത്ര സമയം വേണമെങ്കിലും ബ്രഷ് ചെയ്തോളും. പ്രോപ്പറായിട്ട് അറിയത്തില്ലെങ്കിലും പക്ഷേ എന്നാലും എൻ്റെ കയ്യിലോട്ട് തരത്തില്ല ബ്രഷ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇടയ്ക്ക് ഇസക്കുട്ടീനെ ഞാനിങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കുന്ന കാണുമ്പോൾ ചിലപ്പോൾ അവനൊരാഗ്രഹം തോന്നിയിട്ട് മമ്മ ചെയ്തതാന്ന് പറഞ്ഞ് വരും കേട്ടോ. സ്വയം ബ്രഷ് ചെയ്യുന്നതിൻ്റെതായ പ്രശ്നങ്ങളും അവൻ്റെ പല്ലിനുണ്ട് കേട്ടോ. ഈ അടുത്തായിട്ട് എനിക്കൊന്ന് ഡെൻറ്റിസ്റ്റിനെ കൊണ്ട് കാണിക്കണമെന്നുണ്ട്. ജോ വരുമ്പോൾ കൊണ്ട് കാണിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഒറ്റയ്ക്ക് ഇവരെ കൊണ്ടുപോകാൻ കുറച്ച് പാടാണല്ലോ. ഇതിപ്പോൾ സമയം രാവിലെ ഒരു 7:30 കഴിഞ്ഞതേ ഉള്ളേ. പക്ഷേ ചൂടെന്ന് പറഞ്ഞാൽ നട്ടുച്ചയ്ക്ക് നമ്മൾ മുറ്റത്തിറങ്ങി എങ്ങനെ ഉണ്ടാവും ചൂട്? അതുപോലത്തെ ചൂടാണ്. മഴ എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മുടെ ഈ ഏരിയയിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടേ ഇല്ല. അതുകൊണ്ട് തന്നെ രാവിലെ തൊട്ട് രാത്രി ഏകദേശം ഒരു 11:30-12 മണി വരെ നല്ല ചൂടാണ്. കിടന്നുറങ്ങാൻ ഭയങ്കര പ്രയാസമാണ് കേട്ടോ. ഈ വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ട് കുറച്ച് 3-4 ദിവസമായി. 3-4 ദിവസമല്ല, അതിന് മേലെയായി. ഞാൻ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ വോയിസ് ഓവർ കൊടുക്കാൻ എനിക്ക് ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ചെറിയ രീതിയിൽ ഒരു മടി പിടിച്ചു എന്ന് പറയാൻ പറ്റത്തില്ല. ചെറിയൊരു കോൾഡ് തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആ കോൾഡ് തുടങ്ങിയതിൻ്റെ സ്ഥിതിക്ക് ഞാൻ ഇന്ന് ചെയ്യാം നാളെ ചെയ്യാമെന്ന് വെച്ച് പിന്നെ അതങ്ങോട്ട് താമസിച്ചു പോയി. അങ്ങനെ ബ്രഷെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് 2 പേർക്കും വേണ്ടിയിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുക കേട്ടോ. ലൂക്കായ്ക്ക് ഇവിടെ ഈ ഇസക്കുട്ടിക്ക് വേണ്ടി മേടിച്ച ഹൈ ചെയറാണ്. ഇസക്കുട്ടി അങ്ങനെ ഇരിക്കലൊന്നുമില്ല, ചിലപ്പോൾ തോന്നിയിരിക്കും. പക്ഷേ ഇസു ഇരിക്കുന്നത് കാണുമ്പോഴത്തേക്കും ലൂക്കായ്ക്ക് ഇരിക്കണം. അതുകൊണ്ട് അവൾ ഇരിക്കുന്നതിന് മുന്നേ അവൻ വേഗം ചാടി കയറി ഇരുന്ന കേട്ടോ. അപ്പോൾ അവൻ ഇരിക്കുന്നത് കണ്ടാൽ ചിലപ്പോൾ അവൾക്ക് ഇരിക്കേണ്ടി വരും. അങ്ങനത്തെ പ്രശ്നമൊക്കെ ഉണ്ട് ഇപ്പോൾ. ഇന്ന് രാവിലെ ദോശയാണ് ഉണ്ടാക്കിയത്. ലൂക്കായ്ക്ക് സ്പെഷ്യലായിട്ട് ദോശ ഉണ്ടാക്കണം, നല്ല പ്ലെയിനായിട്ട്, അങ്ങനെ കട്ടിയില്ലാത്ത രീതിയിൽ. അവൻ്റെ ഭാഷയെ പറഞ്ഞാൽ കറുമുറ ദോശ, ആ ദോശ വേണമെന്ന് കേട്ടോ അവൻ പറയാം. അപ്പോൾ അവന് വേണ്ടിയിട്ട് ഞാനെപ്പോഴും അങ്ങനെ ദോശ ഉണ്ടാക്കി വയ്ക്കും. അവന് ഫുഡ് കഴിക്കാൻ കൊടുക്കുന്നതിന് കുറച്ച് മുന്നേ ആയിട്ട് അങ്ങനെ ഉണ്ടാക്കും. എന്നല്ലേ തണുത്ത് കഴിയുമ്പോഴത്തേക്കും എന്തോ പോലെ ഇരിക്കും. അവനിങ്ങനെ കറുമുറ എന്ന് പറഞ്ഞ് കഴിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ അപ്പം തന്നെ അങ്ങനെ ദോശയാക്കി കൊടുക്കും. ലൂക്കയുടെ കാര്യം പറഞ്ഞാൽ അവന് ചോറ് വലിയ താല്പര്യമില്ല. രാവിലെയും ഉച്ചയ്ക്കും രാത്രിയും ബ്രേക്ക്ഫാസ്റ്റ് എന്താണോ അത് തന്നെ അവൻ കഴിക്കും. അതാട്ടോ അവന് ഭയങ്കര ഇഷ്ടം. ഇപ്പോൾ ദോശ ആണെങ്കിൽ രാവിലെയും ദോശ, ഉച്ചയ്ക്കും ദോശ, രാത്രിയും ദോശ. പുട്ടാണെങ്കിൽ അങ്ങനെ. അല്ലാതെ ചോറിനോട് വലിയ താല്പര്യം ഇപ്പോൾ തോന്നുന്നില്ല. ആദ്യമൊക്കെ കഴിക്കുമായിരുന്നേ, ഇപ്പം ഭയങ്കര ബാക്കോട്ടാണ്. ചോറ് കഴിക്കാൻ ഭയങ്കര മടിയാണ്. കറി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ കഴിക്കും. ഇപ്പോൾ ഫിഷ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫിഷ് മാത്രം കഴിക്കും. ചോറ് പേരിന് മാത്രം ഒരു ഉരുള എങ്ങാനും കഴിച്ചെങ്കിലേ ഉള്ളൂ. ഇതിപ്പോൾ ഇസുവിന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവൾ ഒന്നും കഴിക്കാറില്ല. അതുകൊണ്ട് ഞാൻ ചെറിയ രീതിയിൽ ഫോർമുല സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യമൊന്നും ഞാൻ അവൾക്ക് ഫോർമുല കൊടുത്തിട്ടില്ലെന്ന് പറഞ്ഞാൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അവൾ അധികം കഴിച്ചിട്ടൊന്നുമില്ല, ഫോർമുല അധികം കുടിച്ചിട്ടില്ല. ഇപ്പം അവൾ തീരെ കഴിക്കാത്തതുകൊണ്ട് എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് പറ്റുന്നില്ല. അപ്പം അതുകൊണ്ട് ഞാൻ ഒരു ഫോർമുല സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നേ. ദിവസം 2 നേരമായിട്ട് ഞാൻ ഇങ്ങനെ കൊടുക്കും, രാവിലെയും വൈകുന്നേരം അല്ലെങ്കിൽ രാത്രി അങ്ങനെയൊക്കെ ആയിട്ട്. പക്ഷേ അത് ഭയങ്കര മടിയാണ് കുടിക്കാനായിട്ട്. ഞാൻ ആ ഫില്ലറൊക്കെ എടുത്തിട്ട് കേട്ടോ അവളെ കൊണ്ട് കുടിപ്പിക്കുന്നത്. ഓരോ ഫില്ലറിലും എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ പിടിച്ചിട്ട് അവളൊക്കെ അത് കുടിപ്പിക്കുന്നത്. അല്ലെങ്കിൽ അവൾ തീരെ കുടിക്കത്തില്ല. പശുമാർ കുടിക്കും. പക്ഷെ ഞാൻ അധികം അങ്ങനെ കൊടുക്കുന്നില്ല കേട്ടോ. ഞാൻ വല്ലപ്പോഴുമായിട്ടിങ്ങനെ ചെറിയ അളവിൽ കൊടുക്കലേ ഉള്ളൂ. ഈ ഫോർമുല ഞാൻ ഇങ്ങനെ കേട്ടോ കൊടുക്കുന്നത്, അല്ലാണ്ട് അവൾ കുടിക്കില്ല. ആദ്യമൊക്കെ ഇഷ്ടമായിരുന്നു, അവൾ സ്വയം കപ്പിലെടുത്ത് അങ്ങ് കുടിക്കുമായിരുന്നു. ഇപ്പം നല്ല കുറച്ചായി അവൾക്ക് ഞാനിപ്പം ഫോർമുലയൊക്കെ കൊടുക്കുന്നത് ഇങ്ങനെ ഫില്ലറിലാണ്. ഇത് കണ്ടില്ലേ, ഇരിക്കാൻ പോലും സമയം തരത്തില്ല. ഈ ചെറുക്കനുണ്ട് എന്തെങ്കിലുമായിട്ട് കുരുത്തക്കേട് ഒപ്പിച്ചുകൊണ്ടേയിരിക്കും. വെള്ളം ഇങ്ങനെ മറിച്ചിടും. ഇപ്പോൾ കുടിക്കാൻ വേണ്ടി കൊടുത്ത വെള്ളമാണ്, അവൻ അതിലെല്ലാം ആക്കി മറിച്ചിട്ടു. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ എവിടുന്നേലും വെള്ളം എടുത്തുകൊണ്ട് വന്നിട്ട് എല്ലായിടത്തും ഇങ്ങനെ ഒഴിച്ച് കളിക്കും. എനിക്ക് തന്നെ പണി. ഒരു ദിവസത്തിലൊരു 10 തവണയെങ്കിലും ഞാനിങ്ങനെ എല്ലായിടത്തും പോയി ഇങ്ങനെ തുടയ്ക്കുന്നുണ്ടാവും.
ആഴ്ചയിൽ 2 തവണ എനിക്കുള്ള മെയിൻ പരിപാടിയാണ് ഈ വേസ്റ്റൊക്കെ ഒന്ന് ശരിയാക്കി വെക്കുന്നത്. അപ്പോൾ എനിക്ക് ഒരുപാട് വേസ്റ്റ് ഉണ്ടാവും പിള്ളേരുള്ള ടൈം കൂടെ ആകുമ്പോഴത്തേക്കും. പിന്നെ ഇവരുടെ ഡയപ്പർ ഉണ്ടാവും, ഇവരുടെയും ഇല്ല കേട്ടോ, ലൂക്കിൻ്റെ ഡയപ്പർ ഇടുന്നതൊക്കെ നിർത്തിച്ചിട്ടുണ്ടായിരുന്നു. ഇസു നൈറ്റ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അധികം ഡയപ്പറൊന്നുമില്ല. മുന്നേ 2 പേരും യൂസ് ചെയ്യുന്ന ടൈമിൽ വളരെയധികം ഡയപ്പേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ആഴ്ചയിൽ ഒരു 3 തവണയൊക്കെ എനിക്ക് ഇത് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇങ്ങനെ റൂമിലെ എല്ലാ വേസ്റ്റ് എല്ലാം എടുത്തിട്ട് ഞാനിങ്ങനെ ഓരോ കവറിൽ ഇങ്ങനെ പാക്ക് ചെയ്ത് വെക്കും. എന്നിട്ട് ആഴ്ചയിൽ ഒരു തവണ അല്ലെങ്കിൽ അത് കഴിഞ്ഞ് വേറെ അങ്ങനെ എടുത്തിട്ട് ഞാനെല്ലാം കൂടെ മിക്സ് ചെയ്താണ് ഇടുന്നത്. പ്ലാസ്റ്റിക്കും പേപ്പറും അങ്ങനെ എല്ലാം കൂടി ഇട്ട് ഡയപ്പറും എല്ലാം കൂടി ഇട്ട് പിന്നെ ഞാനിങ്ങനെ എടുത്ത് കൊണ്ടുവന്ന് വെച്ചാൽ ഒന്നിച്ച് എല്ലാം കൂടി ഇട്ടിട്ട് അതിൽ നിന്ന് ഞാനിങ്ങനെ ഓരോന്ന് മാറ്റി വയ്ക്കും കേട്ടോ. ഇത് കുറച്ച് ടൈം വേണ്ട കാര്യമായതുകൊണ്ട് ഇസു ഉറങ്ങുമ്പോൾ മാത്രമാണ് ഞാനിത് ചെയ്യുന്നത്. അല്ലെങ്കിൽ എനിക്ക് ചെയ്ത് തീരത്തില്ല. കാരണം ഡയപ്പറൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണമെങ്കിൽ അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, ടൈമുള്ള കാര്യമാണ്. ഇതിപ്പോൾ ചൂടായതുകൊണ്ട് മുറ്റത്തിരിക്കാനും പറ്റത്തില്ല. പിന്നെ ഈ സപ്പോർട്ടയുടെ താഴെയും പിന്നെ ആ മുറ്റത്തുള്ള മാവിൻ്റെ താഴെ നിൽക്കുമ്പോഴത്തേക്കും ചെറിയൊരു ആശ്വാസമുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടാണ് മാറ്റുന്നത്. ഇവിടെ തന്നെയാണ് എൻ്റെ റൂം. അപ്പോൾ അവൾ ഏൽക്കുകയാണെങ്കിൽ എനിക്ക് മനസ്സിലാവുകയും ചെയ്യുമല്ലോ. ആദ്യം ഞാൻ പ്ലാസ്റ്റിക്കും പേപ്പറും അങ്ങനെ കുപ്പികൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ മാറ്റി മാറ്റി വയ്ക്കും. പ്ലാസ്റ്റിക്കൊക്കെ പിന്നെ നമ്മുടെ ഹരിതകർമ്മ ചേച്ചിമാർ വന്ന് കൊണ്ടുപോയിക്കോളൂമല്ലോ. ഈ പേപ്പറും കാര്യങ്ങളൊക്കെ ഞാനിത് കത്തിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഉള്ളത് ഡയപ്പറൊക്കെയാണ്. അപ്പോൾ അതും ഇങ്ങനെ ശരിയാക്കാനുണ്ട്. ഡയപ്പർ ഞാൻ എങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്, അതിൻ്റെ ജെല്ലെല്ലാം കൂടിയിട്ട് മാറ്റി വെച്ചിട്ട് അതിൻ്റെ ബാക്കി ആ പേപ്പർ പോലത്തെ സംഭവം ഉണ്ടല്ലോ, പേപ്പറാണോ അതോ പ്ലാസ്റ്റിക് ആണോ എന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായില്ല, അത് ഞാൻ കത്തിക്കാൻ കൊണ്ടിടും കേട്ടോ. അല്ലാതെ വേറെ ഒന്നും ചെയ്യാനുള്ള നിവൃത്തിയില്ല കത്തിക്കല്ലാണ്ട്. അപ്പോൾ ജെല്ല് ഞാനിങ്ങനെ മാറ്റും, എന്നിട്ട് ബാക്കി ഇതെടുത്ത് കത്തിക്കും. എൻ്റെ മുഖം ഇങ്ങനെ ഇരിക്കുന്നത് പ്രത്യേകിച്ചൊന്നും അല്ല കേട്ടോ. ഈ യൂറിൻ പാസ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു സ്മെല്ലുണ്ടാവുമല്ലോ, ആ ഒരു സ്മെല്ല് അത് കുറച്ച് നല്ലൊരു സ്മെല്ലാണല്ലോ. അതാട്ടോ എൻ്റെ മുഖം അങ്ങനെ ഇരിക്കുന്നത്. ഇസുവിൻ്റെ ഡയപ്പർ മാത്രം ഉള്ളതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ലൂക്കൂടെയും കൂടെ ആകുമ്പോഴത്തേക്കുമാണ് ഭയങ്കര പണി. എത്ര സമയം ഇരുന്നാലാണോ ഇതൊന്ന് ചെയ്ത് തീർക്കാം. നമ്മൾ തന്നെ ചെയ്യേണ്ടേ. അതിൻ്റെ ഇടയ്ക്ക് പിള്ളേരും കൂടെ വരുമ്പോഴത്തേക്കും ഭയങ്കര സ്ട്രെസ്ഫുള്ളായി പോകും. ചില സമയത്തൊക്കെ ദേഷ്യം വരും. പിന്നെ നമ്മളല്ലാണ്ട് പിന്നെ ആര് ചെയ്യാൻ. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതുകൊണ്ട് നമ്മുടെ ഇസുക്കുട്ടി എഴുന്നേറ്റിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞാൻ അവളെ എടുത്തിട്ട് വന്നു ഇവിടെ കൊണ്ട് ഇരുത്താമെന്ന് വിചാരിച്ചു. എന്താ ചെയ്യുന്നതെന്ന് അറിയാമല്ലോ. വഴക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഏറ്റവും പിന്നെ കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് ഞാൻ അവളെ എടുത്തിട്ട് വന്നു. അവൾക്ക് ഇവിടെ കൊണ്ടുവന്നിരുത്തിയത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. പൊതുവെ അവൾക്ക് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി നടക്കാനും ഇങ്ങനെ എടുത്തുകൊണ്ട് നടക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ പുറത്തെ കാഴ്ചയൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരാളാണ് കേട്ടോ ഇസുകുട്ടി. അപ്പോൾ അവളെ ഇങ്ങനെ പുറത്തേക്ക് കൊണ്ടുപോയാൽ പിന്നെ തിരിച്ച് കൊണ്ടുവരൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്താ അവിടെ ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കൈ ചൂണ്ടി കാണിക്കുക, അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകുമെന്ന്. അപ്പോൾ അവളെ കൊണ്ട് പുറത്തിറങ്ങിയ പിന്നെ നമ്മൾ ഏകദേശം കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ മാറ്റി വെച്ചിട്ട് വേണം ഇറങ്ങാനായിട്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ആ വീട്ടിലെ മൊത്തത്തിലുള്ള വേസ്റ്റൊക്കെ വയ്ക്കുന്ന സ്ഥലത്തേക്ക് എടുത്തുകൊണ്ട് പോവാണേ. പക്ഷേ ഉണ്ടല്ലോ, ഇസുവിന് അവിടുന്ന് എടുത്തത് അത്ര ഇഷ്ടപ്പെട്ടില്ല, നല്ല കരച്ചിലായിരുന്നു. തിരിച്ചുകൊണ്ട് അവിടെ ഇരുത്താൻ വേണ്ടി ഞാൻ വിചാരിച്ചു കേട്ടോ. അവിടെ ഇരുന്നോ എന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്നതാണ്. ബാക്കി ലൂക്കേനെ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ലൂക്ക നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു. അങ്ങനെ തീരെ വരാൻ താല്പര്യമില്ലാതെ ആൾ അവിടെ തന്നെ ഇരിക്കുക കേട്ടോ. എനിക്കാണ് നല്ല ദാഹിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ലൂക്കായനോട് ഇങ്ങനെ പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നുണ്ട് ലൂക്ക എന്ന് പറഞ്ഞു. അപ്പോൾ ലൂക്ക സിറ്റ് ഔട്ടിലായിരുന്നു. അവൻ വേഗം പോയി റൂമിൽ പോയി വെള്ളമൊക്കെ എടുത്ത് തന്നു കേട്ടോ എനിക്ക് വേണ്ടിയിട്ട്, പാവം. പിന്നെ ഇവിടെ അങ്ങനെ എത്തിയാൽ ശരിയാവത്തില്ലല്ലോ, നല്ല ചൂടുമുണ്ട്, ഞാൻ നന്നായിട്ട് വേർക്കുന്നുമുണ്ട്. അതുകൊണ്ട് ഞാൻ അവളെ കരഞ്ഞിട്ടായാലും എടുത്തിട്ട് പോകാൻ വിചാരിച്ചു കേട്ടോ. വരത്തില്ല, ഇങ്ങനെ അള്ളിപ്പിടിച്ചിരിക്കും. ഞാൻ പിന്നെ കൈയൊക്കെ ഇങ്ങനെ ഇളക്കി എടുത്ത് അങ്ങ് കൊണ്ടുപോയി. നല്ല കരച്ചിലായിരുന്നു കേട്ടോ.
അങ്ങനെ ചെറിയൊരു അംഗത്തിന് ശേഷം ഞങ്ങൾ റൂമിലെത്തിയിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഒരു ആശ്വാസമൊക്കെ ആയിട്ടുണ്ട് അവർക്ക്. പക്ഷേ റൂമിലെ അവസ്ഥ അതിലും മോശമാണ്. നന്നായിട്ട് ക്ലീൻ ചെയ്യാനുണ്ട്, ഇഷ്ടംപോലെ തുണി മടക്കി വെക്കാനുണ്ട്. രാവിലെ എഴുന്നേറ്റ് പോയത് അതുപോലെ തന്നെ ഉണ്ട് കേട്ടോ. ബെഡ്ഷീറ്റും പുതപ്പും എല്ലാം അങ്ങനെ തന്നെ ഉണ്ട്. അതിനുള്ള സമയമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പുറത്തെയും അത്യാവശ്യം മെയിൻ കാര്യങ്ങളൊക്കെ ഇന്ന് ചെയ്തേക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതൊക്കെ അവിടെ തന്നെ കിടപ്പുണ്ട്. ഇവിടെ അത്യാവശ്യം നല്ല കൊതുകുണ്ട് കേട്ടോ. മുന്നേ ഒന്നും അത്രയും കൊതുകൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ ഇപ്പം മുറ്റത്തേക്ക് അങ്ങോട്ട് ഇറങ്ങത്തില്ല. നല്ലോണം കൊതുകുണ്ട്. ഇസൂനെ കേട്ടോ ഏറ്റവും കൂടുതൽ കടിക്കുന്നത്. ആദ്യം എന്നല്ല, എന്നെയാണ് പൊതുവെ കൂടുതൽ കൊതുകുകൾ വന്ന് അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം ഇസൂനെയാണ് കേട്ടോ കൊതുക് കടിക്കുന്നത്. അപ്പോൾ ഞാനങ്ങനെ കുറേ നോക്കി ഞാനിങ്ങനെ ഓൺലൈനിൽ കണ്ട കേട്ടോ ഈ ഒരു പാച്ചസ് നമ്മുടെ ഡ്രസ്സിൽ ഒട്ടിച്ച് വയ്ക്കുന്നത്, പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ളത്, ഓർഗാനിക്കായിട്ടുള്ളത്. ഇത് R4 റാബിറ്റിൻ്റെയാണ്. അപ്പോൾ ഞാനതൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ആമസോണിൽ നിന്ന്. അപ്പോൾ ഞാനിപ്പോൾ അതിങ്ങനെ ഒട്ടിച്ച് കൊടുക്കലുണ്ട്. ഇത് നമ്മൾ പിള്ളേരുടെ ഫ്രണ്ടിലോ അല്ലെങ്കിൽ ഡ്രസ്സിൻ്റെ ഫ്രണ്ടിൻ്റെ ഏരിയയിലോ അല്ലെങ്കിൽ ട്രൗസറിലോ അങ്ങനെയൊന്നും ഒട്ടിച്ച് കൊടുത്തിട്ട് കാര്യമില്ല കേട്ടോ. അവരത് പറിച്ച് കളയും. ഞാൻ അതുകൊണ്ട് സേഫായിട്ടുള്ള ഏറ്റവും ഒരു നല്ലൊരു പൊസിഷനാണ് ഈ ബാക്ക് സൈഡിൽ. അപ്പോൾ ഞാൻ അവിടെ ആട്ടോ ഒട്ടിച്ച് കൊടുക്കുന്നത്. ഇത് ഭയങ്കര എഫക്റ്റീവ് ആവുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കൊതുകുകൾ കടിക്കുന്നുണ്ട്, പക്ഷേ ഒത്തിരി കടിക്കുന്നതിന് കുറച്ച് കുറവുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ അതൊക്കെ ഒട്ടിച്ചിട്ട് ഞങ്ങൾ ഒരു മാങ്ങ പറിക്കാൻ വേണ്ടി പോയതാണ്. ഇന്ന് ചക്കക്കുരു മാങ്ങ വെക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അതിനുള്ള ഒരു പച്ചമാങ്ങ അന്വേഷിച്ച് ഞങ്ങൾ ഇറങ്ങിയതാണ്. അപ്പോൾ അവിടെ ഒരെണ്ണമുണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ മാങ്ങ പറിക്കാൻ വേണ്ടി പോയതാട്ടോ. പക്ഷേ അതെന്താണെന്ന് വെച്ചാൽ കിളിയങ്ങാണ്ട് കൊത്തിയിട്ട് അതൊരു ഭാഗം അങ്ങ് പോയി. അതുകൊണ്ട് പിന്നെ ആ സാധനം കിട്ടിയില്ല. പിന്നെ ഞങ്ങൾ അവിടുന്ന് കറിവേപ്പിലൊക്കെ പറിച്ച് ഇങ്ങനെ കുറച്ച് നേരം അവിടെയൊക്കെ നിന്നിട്ട് ഞങ്ങളിങ്ങ് പോന്നു കേട്ടോ. ചക്ക തിന്നുവാണ്. അതെ, ഇന്ന് ചക്ക വേവിക്കുന്നുണ്ട്. വൈകുന്നേരത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അത് കുറച്ച് അരിയാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് അരിയാമെന്ന് വിചാരിച്ചു. എനിക്ക് കുറച്ച് സ്പീഡുണ്ട് ഇങ്ങനെ അരിയുന്നതിനൊക്കെ ആയിട്ട്. അപ്പോൾ ഞാനത് അരിയാമെന്ന് പറഞ്ഞിട്ട് ഞാൻ എടുത്തിട്ട് വന്നതാണ് കേട്ടോ. പക്ഷേ ഇവരുടെ അടുത്തിരുന്ന് അരിയുന്ന കുറച്ച് പണിയാണ്. നമ്മൾ അരിയുന്നത് കാണാം, ഇവരെല്ലാം എടുത്ത് വലിച്ച് താഴത്തേക്ക് ഇടുന്നതും കാണാം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചക്കാന്ന് ചോദിക്കുകയും ചെയ്യും. അങ്ങനെ സമയം എടുക്കും കേട്ടോ. ഇവരുടെ അടുത്തിരുന്ന് അരിയുവാണെങ്കിൽ. ഒറ്റയ്ക്കാണെങ്കിൽ വേഗം സ്പീഡിലങ്ങ് കഴിയുകയും ചെയ്യും. ഇത് ഞാനിരിക്കാൻ വേണ്ടിയിട്ട് കസേര എടുത്തിട്ട് വന്നതാണ് കേട്ടോ. ദൈസും അത് എടുത്ത് ഉന്തിക്കൊണ്ട് പോയിട്ടുണ്ട്. ഇപ്പോഴത്തെ മെയിൻ ഒരു ഹോബിയാണ് ഇങ്ങനെ കസേര ഉന്തല്. അപ്പോൾ എൻ്റെ പാവ ലൂക്ക് എനിക്കിരിക്കാൻ വേണ്ടിയിട്ട് കസേരയൊക്കെ കൊണ്ട് തന്നതാണ് കേട്ടോ. പാവല്ലേ, ഞാനിങ്ങനെ അയ്യോ പാവം എൻ്റെ ചക്കരക്കുട്ടനാണല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുമായിരുന്നേ. അപ്പോൾ അതുകൊണ്ടേ അവൾ വരുന്നു ആ കസേരയും കൂടെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ലൂക്കാണ് കൊടുക്കാതിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പിന്നെ പാവല്ലേ ചേട്ടാ കൊടുത്തേക്ക് ചേട്ടാ എന്നൊക്കെ പറഞ്ഞ് സോപ്പൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഇടയ്ക്ക് ഇങ്ങനത്തെ ഓരോ കലാപരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ ഇവർ രണ്ടുപേരും തമ്മിൽ. ഞങ്ങളിങ്ങനെ TV ഒക്കെ വെച്ചിട്ടാണ് കേട്ടോ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത്. അതാകുമ്പം ഇവർ രണ്ടുപേരും എൻ്റെ അടുത്തുണ്ടാവും. എനിക്ക് നോക്കാനും എളുപ്പമാണ്. TV എപ്പോഴും ഇങ്ങനെ വെച്ച് കൊടുക്കുന്നൊന്നുമില്ല കേട്ടോ. അവന് ചില പെപ്പാ പിഗ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കും. ഇപ്പോൾ ഇസു ആണെങ്കിലും പെപ്പാ പിഗ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരും കേട്ടോ. ചിലപ്പോൾ TV ഇങ്ങനെ കാണുമ്പോഴത്തേക്കും പറയും പെപ്പാ പിഗ് പാപ്പട്രോൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരും. ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ അഡിക്റ്റ് പോലെ അങ്ങനെ ഇരുന്ന് കാണുമൊന്നുമില്ല. ചില പിള്ളേരുണ്ടല്ലോ അങ്ങനെ TVയുടെ ഫ്രണ്ടിലൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ തന്നെ ഇരിക്കും, പറയുന്നൊന്നും അറിയില്ല, കേൾക്കില്ല, അങ്ങനെ ഒന്നുമില്ല കേട്ടോ. കുറച്ച് നേരം ഇങ്ങനെ കണ്ട ഏറ്റുവാന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ പോകുന്നുള്ളൂ. പുറത്തേക്ക് പോകാമെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റ്, ചാടി ഇറങ്ങിക്കോളും. അങ്ങനെ ഞാൻ ചക്ക അരിഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് ഇവർ രണ്ടുപേരെയും കാണുന്നില്ല കേട്ടോ. നോക്കുമ്പോൾ രണ്ടാളും മുറ്റത്ത് പോയിരുന്ന് കളിക്കുന്നുണ്ട്. അവിടെ ഒന്നും ആരും ഉണ്ടായിരുന്നില്ല. ഇറങ്ങിപ്പോയത് ഞാൻ അറിഞ്ഞുമില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാമല്ലോ വിചാരിച്ച് ഞാൻ രണ്ടുപേരെയും മുറ്റത്തിറക്കി ഞാൻ അവിടെ നിന്നു കേട്ടോ. ഇവിടെ കുറച്ച് നല്ല തണുപ്പുണ്ട്, അതുകൊണ്ട് പിള്ളേരെ ഞാൻ ഇവിടെ ഇറക്കി അങ്ങോട്ട് ഇവിടുന്ന് എനിക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ കൊതുകുള്ളത് ചെറിയൊരു പ്രശ്നം. അപ്പം ഞാനിങ്ങനെ അടുത്ത് പോയി നിൽക്കും കേട്ടോ. ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വ്ളോഗ്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.